ഗൈസ് എന്നപ്പോൾ എൻ്റെ +1 റിസൾട്ട് വന്നിരിക്കുകയാണ്. റിസൾട്ട് നോക്കിയപ്പോഴാണ് ഞാൻ 3 പൊട്ടി ഗൈസ്. എക്സാമിന് പൊട്ടീനെക്കാട്ടും സങ്കടം എനിക്കിത് അങ്ങനെ വീട്ടിൽ പറയുന്നതായിരുന്നു. എപ്പോഴായാലും അറിയേണ്ടതല്ലേ പറഞ്ഞ അച്ഛൻ്റെ അടുത്ത് പറയാൻ പോയതാണ്. അച്ഛനാണെങ്കിൽ കയ്യിൽ പൈസ തന്നിട്ട് ചിക്കൻ വാങ്ങിച്ചിട്ട് വരാൻ പറയുന്നു. അതിപ്പോ ലാഭായല്ലോ. റിസൾട്ട് അപ്പം പറഞ്ഞെങ്കിൽ അച്ഛൻ്റെ മൂഡ് മാറിയാലും വിചാരിച്ച് ചിക്കൻ വാങ്ങാൻ പോകും. പോണ വഴിക്കാണെങ്കിൽ നമ്മുടെ ഒരു അനിയനെ കണ്ടുവിട്ട് അവനാണ് ഇതാ ട്യൂഷൻ പോകുന്നത്. അവൻ്റെ അടുത്ത് ശരിയെന്നും പറഞ്ഞിട്ട് ഇപ്പം നമ്മൾ നേരെ ചിക്കൻ കടയ്ക്ക് വന്നിരിക്കുകയാണ്. ചിക്കൻ കടയിൽ പോയപ്പോഴാണെങ്കിൽ അതിലേറെ വലിയ ടേസ്റ്റ് എന്നെ പഠിപ്പിക്കുന്ന ഹിന്ദി ടീച്ചർ അവിടെ നിൽക്കുന്നു. ഞാൻ ഹിന്ദി ജയിച്ചുകൊണ്ട് എന്തായാലും ടീച്ചറടുത്ത് ധൈര്യത്തിൽ സംസാരിച്ചു. കോഴികൾ ഇങ്ങനെ കൊല്ലാണുമ്പോഴാണ് മനസ്സിൽ സങ്കടം തോന്നുന്നത്. അപ്പം എന്തായാലും നമുക്ക് കൊണ്ട് കോഴിയെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം എന്തായാലും നമ്മുടെ ചിക്കൻ നേരാക്കി കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. മസാല എല്ലാം വീട്ടിലുള്ളതുകൊണ്ട് എന്തായാലും ഇവിടുന്ന് വാങ്ങണില്ല കേട്ടോ. അപ്പം എന്തായാലും നമുക്കുള്ള ചിക്കൻ എന്തായാലും നേരൊക്കെ കിട്ടിയിരിക്കും കേട്ടോ. അപ്പം എന്തായാലും പൈസയും കൊടുത്തപ്പോൾ നേരെ വീട്ടിലേക്ക് പോണ വഴിക്കാണെങ്കിൽ അമ്മ വിളിച്ച് കുറച്ച് സവാള വാങ്ങിച്ചിട്ട് വരാൻ പറഞ്ഞു കേട്ടോ. അപ്പം എന്തായാലും നമ്മളിപ്പോൾ പച്ചക്കറി കടയ്ക്ക് വന്നിരിക്കും. കടയിൽ വന്ന് സവാള എല്ലാം വാങ്ങിച്ച് പൈസ എല്ലാം കൊടുത്തപ്പോൾ നേരെ നമ്മൾ വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വീട്ടിലേക്ക് വന്നപ്പോൾ അമ്മയാണെങ്കിൽ എനിക്ക് റിസൾട്ട് വരുമ്പോൾ നല്ല മാർക്ക് ഉണ്ടാണേ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഈ അമ്മയുടെ അടുത്ത് അങ്ങനെ 3 പൊട്ടി പറയുന്നത് ഞാൻ ആലോചിക്കും. അപ്പം എന്തായാലും കൊണ്ടുവന്ന ചിക്കൻ ആയത് ഇപ്പോൾ രാത്രിത്തെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. എക്സാമിന് തോറ്റിട്ടും ചിക്കൻ വെച്ച് കഴിക്കുന്നത് എൻ്റെ വീട്ടിൽ മാത്രമായിരിക്കും എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യാട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഞാൻ പോകുന്നു. ബൈ ബൈ.